ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓഫ്സെറ്റ് ആണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓഫ്സെറ്റിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് O ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു റെക്റ്റാങ്കിൾ വരച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഷോർട്ട് കീ ആയിട്ടുള്ള O എൻ്റർ ചെയ്ത് കഴിയുമ്പം ത്രൂ, ഇറേസ്, ലെയർ എന്ന ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാൻ അതിനു മുന്നേ നമുക്കിവിടെ ഓഫ്സെറ്റ് സ്പെസിഫൈ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് എന്ന് ചോദിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ സബ് ഓപ്ഷനായിട്ട് ത്രൂ, ഇറേസ്, ലെയർ ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ഞാൻ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് കൊടുത്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനൊരു 2 കൊടുത്തു, എൻ്റർ അടിച്ചു. അത് കഴിയുമ്പോൾ ഒബ്ജക്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യണം. ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് സൈഡിലാണ് ഓഫ്സെറ്റ് പോയിൻ്റ് കൊടുക്കുക, എവിടെ സ്പെസിഫൈ ചെയ്യണമെന്ന് പറയണം. നമുക്ക് ഒന്നിൽ ആ റെക്റ്റാങ്കിളിന് ഉള്ളിൽ കൊടുക്കാം, അല്ലെങ്കിൽ പുറത്തും കൊടുക്കാം. ഓക്കെ, എവിടെ വേണമെന്ന് നമുക്ക് പറഞ്ഞ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഉള്ളിൽ ക്ലിക്ക് ചെയ്തു, അപ്പോൾ അതവിടെ സെറ്റായി. ഓക്കെ, എന്നിട്ട് വീണ്ടും വേണമെങ്കിൽ ആ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് പുറത്ത് കൊടുക്കണമെങ്കിൽ പുറത്തും നമുക്ക് കൊടുക്കാം. അപ്പോൾ അതാണ് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. എൻ്റർ ചെയ്യുക. അത് കഴിയുമ്പം ത്രൂ ഉണ്ട്. ത്രൂ സെലക്ട് ചെയ്ത് കഴിയുമ്പം എന്താണ് ചോദിക്കുന്നത്, ഒബ്ജക്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യും. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് മൗസും കൊണ്ട് എവിടെ വേണേലും ഓഫ്സെറ്റ് സെറ്റ് ചെയ്യാം. ഇവിടെ വേണമെങ്കിൽ ഇവിടെ ചെയ്യാം. ഓക്കെ, അത് കഴിയുമ്പം ടൂള് എസ്കേപ്പ് ആയിട്ടുണ്ട്. അതായത് ഒന്നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയും ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു മൾട്ടിപ്പിൾ എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ മൾട്ടിപ്പിളായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും. കണ്ടോ, ഇങ്ങനെ ചെയ്യാനാണ് ഓഫ്സെറ്റിൽ ത്രൂവിൽ മൾട്ടിപ്പിൾ എന്നൊരു ഓപ്ഷൻ. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചാൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓഫ്സെറ്റ് എൻ്റർ ചെയ്ത് കഴിയുമ്പം ഇറേസ് എന്നൊരു ഓപ്ഷനുണ്ട്. ഇറേസിൽ ഇപ്പോൾ ഡിഫോൾട്ടായിട്ട് നോ എന്നാണ് കിടക്കുന്നത്. അതായത് ഇറേസ് ചെയ്യണ്ട എന്നാണ് കിടക്കുന്നത്. നമുക്കത് ഇറേസ് ചെയ്യണമെങ്കിൽ എസ് അടിക്കുക. അതായത് ഇപ്പോൾ ഈ കാണുന്ന ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഓഫ്സെറ്റ് ചെയ്യുമ്പം ഈ ഒബ്ജക്റ്റ് ഇറേസ് ആക്കണോ വേണ്ടയോ എന്നാണ് ചോദിച്ചത്. അപ്പം വേണ്ടാന്നായിരുന്നു കിടന്നത്. ഇനി ഏസ് കൊടുത്തു, അപ്പം ഇറേസ് ചെയ്യണമെന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് 2 എൻ്റർ ചെയ്തിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഇവിടെ കൊടുത്തു. കണ്ടോ, അപ്പോൾ ആ സോഴ്സ് ഒബ്ജക്റ്റ് എന്തായി, ഇറേസായി. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഓഫ്സെറ്റ് ഇറേസ് ചെയ്യണോ വേണ്ടയോ എന്ന് ചോദിക്കുമ്പം ചെയ്യുന്നത്. ഓക്കെ, ഓഫ്സെറ്റ് എൻ്റർ ചെയ്യുമ്പോൾ ഇറേസ് ഉണ്ട്. ഇറേസ് ചെയ്യണമെങ്കിൽ ഏസ് കൊടുക്കാം, ഇറേസ് ചെയ്യണ്ടെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ, അത്രയാണ് അതിനകത്തുള്ളത്. ഇനി ഇതിലുള്ളത് ലെയറാണ്. ലെയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് ലെയർ, അതായത് ലെയർ എടുത്ത് കഴിയുമ്പം കറൻറ്റും ഉണ്ട്, സോഴ്സും ഉണ്ട്. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ ഇവിടെ നമുക്ക് ലെയർ പ്രോപ്പർട്ടീസിൽ ലെയർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ലെയർ ആഡ് ചെയ്തു എന്ന് വെച്ചോ, ഒരു കളർ മാറ്റി വേറൊരു കളർ കൊടുത്തു. ഓക്കെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനിത് ക്ലോസ് ചെയ്തു. അപ്പോൾ ഇവിടെ വേറൊരു ലെയർ വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ആ ലെയർ ഇട്ടുകൊണ്ട് ഓഫ്സെറ്റ് എടുത്തു, എൻ്റർ ചെയ്തു, അതിൽ ലെയർ എടുത്തു, സോഴ്സ് കൊടുത്തു. സോഴ്സ് കൊടുത്തിട്ട് ഞാൻ ഓഫ്സെറ്റ് ചെയ്താൽ എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. കണ്ടോ, നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന അതാണ് കിട്ടുന്നത്. ഇനി ഞാനത് മാറ്റിയിട്ട് ഓഫ്സെറ്റ് എൻ്റർ ലെയർ എടുത്ത് കറൻറ്റ് കൊടുത്തു, നമ്മളിപ്പോൾ ഇട്ടേക്കുന്ന ലെയർ കൊടുത്തു. എന്നിട്ട് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ഞാൻ 2 കൊടുത്തു, എൻ്റർ കൊടുത്തു. കണ്ടോ, അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ലെയർ നമുക്ക് കിട്ടി. ഓക്കെ, അപ്പം ഓഫ്സെറ്റിനകത്ത് ഇത്രയാണ് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.